ചൂടേറി നടക്കുന്ന കുഞ്ഞുമക്കൾക്ക് ഹാഫ് ഏർലിയിൽ ബയോ എക്സാമിന് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള സൂത്രപ്പടിയായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്തായാലും അത്ര എളുപ്പമൊന്നുമല്ല, പഠിക്കാതെ കാര്യം നടക്കൊന്നുമില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. എന്താണ്, എങ്ങനെയെങ്കിലും നമ്മൾ മാർക്ക് സ്കോർ ചെയ്തേ പറ്റൂ മക്കളെ. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ സ്വപ്ന യാത്രയിലെ ഒരു പകുതി കഴിഞ്ഞു. എല്ലാ സ്കൂളിലും സെപ്റ്റംബർ, എല്ലാ സ്കൂളിൽ മിസ് ഊന്നി പറയുന്നില്ല, ചില സ്കൂളുകളിലൊക്കെ ഓഗസ്റ്റ് ലാസ്റ്റിന് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കോഴിക്കോട് ജില്ലയിലെ മോസ്റ്റ് ഓഫ് ദ സ്കൂൾ സെപ്റ്റംബറിലാണ് ഹാഫ് ഏർലി കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതാണ് മക്കളെ. കാരണം എന്താണ്, നിങ്ങളുടെ ക്ലാസ് മെയ്യിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ ഹാഫ് ഓഫ് ദ പോർഷൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ഒരു വലിയൊരു യാത്രയിലാണ് നിങ്ങൾ. അതിന്റെ പകുതി കഴിഞ്ഞു, ഫ്രൂട്ട്ഫുൾ ആവാൻ പകുതി മാത്രം. അപ്പൊ ഈ കഴിഞ്ഞ അത്രയും പോർഷൻസ് നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ഈസി ടാസ്ക് അല്ലെ. ബോർഡ് എക്സാം എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായി മാറും അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ 80 മാർക്സ് എക്സാം ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള സയൻസിൽ ഇന്നോവേറ്റബിൾ പാർട്ടായിട്ടുള്ള ബയോളജിയിൽ വരുന്നത് 30 മാർക്സ് ആണ്. ബയോളജി 30 മാർക്സ് ക്വസ്റ്റ്യൻ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 25. ഇനി മിസ് പറഞ്ഞു കുറച്ചുകൂടി CBSE ഇപ്പോൾ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന PYQs കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആക്കി പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന പോർഷൻസ് ഏതായിരിക്കും എന്നറിയോ മക്കളെ? ലൈഫ് പ്രോസസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആൻഡ് ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. മോസ്റ്റ് ഓഫ് ദ സ്കൂളിൽ ഈ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും. ചില സ്കൂളിൽ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ്, സ്കൂൾ ടു സ്കൂൾ ഇറ്റ് ഡിപ്പെൻഡ്സ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ സ്കൂളിൽ ഈ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഏതൊക്കെയായിരുന്നു ആ ചാപ്റ്റേഴ്സ്? ലൈഫ് പ്രോസസ്, ദ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് processes that you studied very well അല്ലെ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ബയോളജിയിലെ ഒരു ചാപ്റ്റർ ആണ് ലൈഫ് പ്രോസസ്സസ്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ മാർക്ക് മുഴുവൻ നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അടുത്ത ചാപ്റ്റർ ആണ് ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈഫ് പ്രോസസ് പഠിക്കുമ്പം ഏറ്റവും ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്, നമ്മൾ അറിയാതെ വിട്ടു പോകുന്ന ചില ബോക്സസ് നിങ്ങൾക്ക് കാണാം. ഓരോ ടോപ്പിക്കും, ഓരോ ലൈഫ് പ്രോസസ്സിലും നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റി ബോക്സസ് കാണാൻ പറ്റും. ചെറിയ ക്ലാസ്സിൽ NCERT പഹേലി പൂജോ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആ ചോദ്യം മൈൻഡ് ചെയ്യാറില്ല അല്ലെ. ആർക്കാ നേരം അതിന് ആൻസർ പറയും. എന്നാൽ 10ാം ക്ലാസ്സിൽ അവർ നിങ്ങളെ പറ്റിക്കാനായിട്ട് ചില ബോക്സസ് NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ചില ആക്ടിവിറ്റീസ് ആണത്. അത് കണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അത് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതും. ബട്ട് ഇറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഓരോ ബോക്സും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2 ഒക്കെ നോക്കി നോക്കൂ. എന്താണ് ക്ലോറോഫിലിന്റെ റോള്? ഫോട്ടോസിന്തസിസ്. വാട്ട് ഇസ് ദ റോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഫോട്ടോസിന്തസിസ്? ഹൗ വിൽ യു പ്രൂവ് ഇറ്റ് സയന്റിഫിക്കലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എഴുതാനുള്ള സ്റ്റെപ്സ് മുഴുവനും അത്തരം ബോക്സിലാണ്. എല്ലാ ലൈഫ് പ്രോസസ്സും അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ യു വിൽ ബി ഏബിൾ ടു സ്കോർ വെരി ഗുഡ് മാർക്സ്. ലൈഫ് പ്രോസസ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ മിസ് ഊന്നി പറയാ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. മിസ്സാക്കരുത് മക്കളെ. എന്താണ് ന്യൂറോൺ? അതിന്റെ സ്ട്രക്ചർ എന്താണ്? റിഫ്ലക്സ് ആർക്ക്, റിഫ്ലക്സ് ആക്ഷൻ, പ്ലാൻ മൂവ്മെന്റ്സ് ആൻഡ് പ്ലാൻ ഹോർമോൺ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആനിമൽ ഹോർമോൺ, എൻഡോക്രൈൻ സിസ്റ്റം, ആനിമൽ ഹോർമോൺസ്, അതിന്റെ ഫങ്ഷൻസ്.
ഇത്തരം കാര്യത്തിലൂടെ പോയി കഴിഞ്ഞാൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കഴിഞ്ഞു. ലൈഫ് പ്രോസസ് ഈച്ച് ആൻഡ് എവറി ടോപ്പിക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ടോപ്പിക്കും ലൈഫ് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ മിസ് പറഞ്ഞ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചോ. ഇത് ഇന്നോവേറ്റബിൾ ആണ്. ഇനി ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, all chapter പഠിച്ചോളൂ. plant reproduction, animal reproduction, how this process is happening, everything you have to focus each and every topic of this 3 chapters. Mainly you have to focus life process, then how do organisms reproduce, then control and coordination. Usually PYQs if you refer you can understand. PYQ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ് കഴിഞ്ഞിട്ടാണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷനുള്ള വെയിറ്റേജ്. അപ്പൊ അത് ഓർത്ത് വെക്കുന്ന മിസ് സന്തോഷത്തോടെ വിചാരിക്കുകയാണ്. എന്നിട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്തോ. നിങ്ങൾ ഒരു വലിയ യാത്രയിലാണ് അല്ലെ, അതിന്റെ പകുതിയിലെത്തിയിരിക്കുകയാണ്. ആഫേളി പഠിച്ചു കഴിഞ്ഞാൽ ആഫേളിക്കുള്ളത് നിങ്ങൾ അതേ സമയം ആഫേളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കുകയാണെങ്കിൽ ആ പകുതി കഴിഞ്ഞു. ആ പകുതി പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി, പിന്നെ ഒരു പകുതിയേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഭാരം കുറയും, നിങ്ങളുടെ യാത്രയിൽ ബുദ്ധിമുട്ട് കുറയും. അപ്പൊ ഒട്ടും ഊർജം കളയാതെ പഠിച്ചു തുടങ്ങിക്കോ മക്കളെ. ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിക്കോളൂ. സമയം ഒട്ടും കളയരുത്. ഇത് നിങ്ങളുടെ ക്രൂഷ്യൽ പീരീഡ് ആണ്. ഞങ്ങളും എജുപോർട്ടും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും മാർക്ക് ഫുൾ സ്കോർ ചെയ്തിട്ട് നമുക്ക് പൊളിച്ചളയാം അല്ലേ. ഇത്തവണത്തെ ഹാഫ് ഏർലി, ഇത്തവണത്തെ നിങ്ങളുടെ ബോർഡ് എക്സാമിന് സപ്പോർട്ടായിട്ട് ഞാനും എജുപോർട്ടും കട്ട സപ്പോർട്ടാട്ടോ. പഠിച്ചു തുടങ്ങൂലേ, സംശയമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കിത് കാണാം, നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് യൂസ് യുവർ ടൈം പ്രോപ്പർലി. ഓൾ ദ വെരി ബെസ്റ്റ്.